എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാം കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചു. വളരെ സന്തോഷം. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും അവരവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ലൈഫ്, അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠം ഉൾക്കൊള്ളാം എന്നുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളുടെ അയൽക്കാർ നമ്മൾക്ക് ഒരു ശല്യമായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ അയൽക്കാർ നമുക്കൊരു അപകടമാണോ എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അയൽക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ എന്ന അർത്ഥമില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ എന്നത് മാത്രവുമല്ല. കാരണം അയൽവക്കം അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇത് രണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ചില ആളുകൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും അവർ അയൽവക്കം പോലെ തന്നെ എപ്പോഴും വീടുകളിലേക്ക് വരികയും എപ്പോഴും ഫ്രണ്ട്സായിട്ട് താമസിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, എപ്പോഴും അധികമായാൽ അമൃതും വിഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും, നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അധികം കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു അപകടം വരുമ്പോൾ നമ്മൾക്ക് ആരും സഹായിക്കാൻ കാണില്ല, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ കാണില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾക്കും നമ്മൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾക്കും വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യുന്നത് തന്നെ ഒരു അപകടം നിറഞ്ഞൊരു കാര്യമാണ്. നമുക്ക് എവിടെയാണ് അപകടം വരുന്നത് അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ കാണണമെന്നില്ല. നമുക്ക് അപരിചിതരായിരിക്കും നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും മിക്ക ആളുകൾക്കും അറിയാം, ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളിൽ സഹായമായിട്ട് വരുന്നത് നമ്മൾ അത്ര അറിയില്ലാത്ത ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഫ്രണ്ട്സ് ഒത്തിരി നല്ലതാണ്, എന്നിരുന്നാൽ പോലും അപകടകരമാകുന്ന ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തുടരേണ്ട അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണം തുടരാനായിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ എപ്പോഴും ആളുകളെ ഇൻവൈറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുടെ വീട്ടിൽ വിസിറ്റിന് പോവുകയും എല്ലാം ചെയ്യുന്ന ആളുകളാണ്. അതായത് ആളുകളുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തിക്കൊണ്ട് പോകണം, ഫ്രണ്ട്ഷിപ്പ് ആണ് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ കഥകൾ എനിക്ക് വളരെയധികം അറിയാം. കാരണം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരാളെ ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ കരുതുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അത്ര പ്യുവറായിട്ട് കാണണമെന്നില്ല. കാരണം ചിലപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നമ്മളുടെ കാര്യങ്ങൾ നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുക. അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണോ ഡേ ഡ്യൂട്ടിയാണോ എന്നൊന്നും നോക്കാതെ കുട്ടികളെ അവരുടെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക, എപ്പോഴും വിസിറ്റിന് വരിക. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, അവരുടെ വീട്ടിൽ ഒരു ഓഫ് കിട്ടുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ ഫുഡോ ഒന്നും ഉണ്ടാക്കാതെ അവർ ഈ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് വന്നിരുന്ന് സംസാരിച്ച് അവസാനം അവിടുത്തെ ആ ഒരു ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും എഴുന്നേറ്റ് അവർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരികയും, അപ്പോൾ ഇങ്ങനെ 1, 2, 3 തവണയാകുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ളവർക്ക് ഇറിറ്റേഷൻ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് തുറന്നു പറയാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ വളരെ വിഷമിച്ച് പോകുമ്പോൾ ഒരു ദിവസം അവർ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് മുഷിഞ്ഞ് പെരുമാറുകയാണെങ്കിൽ അപ്പോഴേ അവരെപ്പറ്റി വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു പരത്തുക എന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അത്ര ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സീക്രട്ടായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും പുറത്തുകൂടെ ഡിസ്കസ് ചെയ്ത്
ചെയ്ത് അവരെ വളരെയധികം നാണം കെടുത്തുകയും അവരെപ്പറ്റി വളരെ മോശം അഭിപ്രായം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്കൊരിക്കലെങ്കിലും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും സഹായം നമ്മൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. അവർ എന്ത് തന്നെ മുന്നോട്ട് സംഭവിച്ചു കഴിഞ്ഞാലും എപ്പോഴും അവർ ചെയ്ത ആ നല്ല പ്രവൃത്തിയെ നമ്മൾ ഓർത്തിരിക്കുകയും അവരെപ്പറ്റി നല്ലത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ മോശം പറയാതിരിക്കാമല്ലോ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പൊക്കി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അവരെപ്പറ്റി മോശം പറയാതെ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മൾക്ക് ആ ഒരു ഇതിൽ നിന്ന് മാറാമല്ലോ. മുതിർന്ന പെൺകുട്ടികൾ ഉള്ള വീട്ടിലേക്ക് എപ്പോഴും വിസിറ്റിന് പോവുകയും അവിടെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ പെൺകുട്ടിയുടെ പ്രൈവസി കളയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയത്. അതുപോലെ തന്നെ വീട്ടിലുള്ള പുരുഷന്മാർ ഫ്രണ്ട്സ് കൂടി അവർ വീട്ടിലിരുന്ന് കുടിക്കുന്നത്, അപ്പം പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു സേഫോ സെക്യൂരിറ്റിയോ ഇല്ലാത്ത രീതിയിലാണ് ചില ആളുകൾ അവരുടെ വീട്ടിൽ മദ്യം വിളമ്പുന്നത്. അപ്പം അവർ ആ കുട്ടികളുടെ മാനസിക നിലയെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയെ പറ്റിയോ ബോധേഡ് അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ കുറച്ച് വളർന്ന കുട്ടികളെ ഫാമിലി ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കളിക്കാൻ വിടുന്നു, അവരെ ഒന്നിച്ചുറങ്ങാൻ വിടുന്നു, അവരെ ശ്രദ്ധിക്കാൻ പേരൻസിന് സമയമില്ല. അവർ ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് അവർ ബിൽഡപ്പ് ചെയ്യുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല. കാരണം ഫ്രണ്ട്സാണ് എല്ലാം എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സുമായിട്ട് എന്താ പറയുന്നത്, അതിരുകടന്ന സ്നേഹബന്ധത്തിന് പോകുമ്പോൾ അത് അവസാനം വിനയായിട്ട് തീരുന്ന പല സംഭവങ്ങളും നമ്മളുടെ ചുറ്റിലുണ്ട്. ചില ആളുകൾക്കൊരു പ്രത്യേക നായ്ക്കാണ്, അതായത് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയും എന്നിട്ട് പതുക്കെ നമ്മളുടെ എല്ലാ ഫെസിലിറ്റീസും അവരത് യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കയറി ഇടപെട്ട് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കൈകടത്തുകയും, അതുപോലെ തന്നെ നമ്മളിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അവരോട് പറയാതെ പോവുകയോ അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് അപ്പോഴേ മുഖം കറുപ്പിക്കുകയും വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളെ നമ്മളുടെ ചുറ്റും കാണാറുണ്ട്. നമ്മളുടെ വീട്ടിലെ സ്ഥിര സന്ദർശകരായ കുറേ ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു ഫാമിലിയുമായി പുറത്ത് ഒന്ന് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് അവരുടെ വീട്ടിലെ ഏതെങ്കിലും സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിൽ വരുന്ന ഫ്രണ്ട്സിനോട് അത് പറയാതെ പോയി എന്നുള്ള കാരണത്താൽ മുഖം വീർപ്പിച്ച് വഴക്കുണ്ടാക്കി നടക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ നമ്മൾ ധാരാളം ഫ്രണ്ട്സ് ഒരു അനുഗ്രഹത്തേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു എന്താ പറയുന്നത്, ഒരു ദുരിതം തന്നെയാണ് എന്നാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിലോ നല്ല ആറ്റിറ്റ്യൂഡിലോ നമ്മളെ ചിന്തിക്കുന്നവരായിരിക്കില്ല. ചില ആളുകൾ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ് പുറത്തു പോയി പരിഹസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷേ അവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമ്മൾ ഒരാളുകളെ നന്നായി തിരിച്ചറിയാതെ, നന്നായി അവരെ മനസ്സിലാക്കാതെ അവരെ നമ്മളുടെ വീട്ടിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോർക്കും എൻ്റെ അനുഭവമായിരിക്കും പറയുന്നത്, ഒരിക്കലുമല്ല. എനിക്ക് വളരെ നല്ലൊരു അയൽക്കാരാണ് എനിക്കുള്ളത്. ഞങ്ങളും അവരുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. കാരണം അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാറില്ല. എന്നാൽ ആവശ്യമുള്ള സമയത്ത് രണ്ട് സൈഡിൽ നിന്നും എല്ലാ വിധത്തിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളാണെങ്കിലും, ഇപ്പോൾ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവരെ ഓവറായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എല്ലാവരുടെ ഗാദർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ കുട്ടികളെയാണെങ്കിലും അവരുടെ
കൂടെ നമ്മൾ എന്താ പറയുന്നത് സംസാരിക്കാനും പെരുമാറാനും എല്ലാം വിടുന്നത്. കാരണം നമ്മളൊരു പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ മൂമെൻറ്റ്സ്, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇടപെടുന്നത്, അതെപ്പോഴും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട്സിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് എല്ലാം നമ്മുടെ കുട്ടികൾക്ക് സേഫ് ആകണമെന്നില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോവുകയോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ചില ആളുകളാണെങ്കിൽ നമ്മളെ വല്ലാതെ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ നമ്മൾ പണമിടപാടുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഫുഡൊക്കെ വാങ്ങിക്കുന്ന കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഈക്വലായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ പോവുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാനായിട്ട് വളരെയധികം സാധിക്കും. അതുപോലെ തന്നെ ഈ കുടിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ആക്ച്വലി ഈ കുടിക്കുന്ന ആളുകൾ ഫ്രണ്ട്സായിട്ട് യോജിക്കുമ്പോൾ അവരുടെ ഭാര്യമാർ തമ്മിൽ യോജിക്കണമെന്നില്ല, അവർ നല്ല ഫ്രണ്ട്സ് ആകണമെന്നില്ല. പക്ഷേ അവർ ഫോഴ്സ്ഫുള്ളി ഫ്രണ്ട്സ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? തമ്മിൽ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ തമ്മിൽ കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോഴ്സ്ഫുള്ളി അത് മേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയും ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെയൊക്കെ വീടുകളിൽ വിസിറ്റിന് പോകേണ്ടതായിട്ട് വരികയും എല്ലാം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അതുപോലെ തന്നെ ഈ ഓഫെല്ലാം കിട്ടുന്ന സമയത്ത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിയോ ഒരിക്കലും കണക്കെടുക്കാതെ എപ്പോഴും അവരുടെ വീട്ടിൽ വിസിറ്റിനായിട്ട് പോയി അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാതെ പുറത്തുകൂടി ഇങ്ങനെ നടന്ന് മറ്റുള്ളവരുടെ ഫാമിലിയിലെല്ലാം പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ന്യൂസ് പിടിച്ച് ഇവിടുത്തെ ന്യൂസ് പിടിച്ച് അങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് അവസാനം സംഭവിക്കുന്നത്? ഏറ്റവും ക്ലോസ് ആയിട്ടിരുന്നവർ തന്നെ ഏറ്റവും വലിയ ബദ്ധശത്രുക്കളായി മാറുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ധാരാളം ഫ്രണ്ട്സുള്ള ആളുകൾ അവർ കാലക്രമേണ അവരുടെ ഈ പഴയ ഫ്രണ്ട്സ് ആയിരുന്നവർ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ ശത്രുക്കളായി തീരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് എനിക്കെൻ്റെ ഈ വീഡിയോയിലൂടെ പറയാനുള്ള ഒരൊറ്റ കാര്യം: അമിതമായാൽ അമൃതും വിഷം. അതുതന്നെയാണ് ഇതിലൂടെ പറയാനുള്ളത്. അപ്പോൾ അയൽക്കാരാണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും എപ്പോഴും മറ്റുള്ളവരുടെ പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ സമയത്തിന് വാല്യൂ കൊടുക്കുക, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ എപ്പോഴും സേഫാണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ കുടിക്കുന്ന ഹസ്ബൻഡുമാരാണെങ്കിലും അവരുടെ വൈഫ് സേഫാണ്, അല്ലെ അവർക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ അവരും സേഫാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയൊരു സാഹചര്യങ്ങളിൽ മാത്രം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അത് ഫാമിലിയിൽ പല വിധത്തിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അപ്പം ഇതിലെല്ലാം കൂടുതലായിട്ട് ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ ഒരു പേഴ്സണലായിട്ട് ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് അവരുടേതായ ഒരു സമയം വേണം. എപ്പോഴും ഈ ആളും കൂട്ടവും ഒക്കെ ആയി നടക്കുന്ന ആളുകളുടെ ലൈഫിൽ സംഭവിക്കുന്ന അവർ തമ്മിലൊരു ഇൻറ്റിമസി അതെപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറുന്ന ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വൈഫിനെ ആണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും ഈ പറയുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ചില ആളുകളുടെ സ്വഭാവ രീതി, നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ആദ്യ പകുതിയിൽ വളരെ നല്ലായിരുന്ന ആളുകളൊക്കെ സെക്കൻഡ് പകുതി ആകുമ്പോഴത്തേക്കും അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം വൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു, വൈഫിനോടുള്ള രീതികൾ മാറുന്നു, അവർ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും പിയർ ഇൻഫ്ലുവൻസിനെ പറ്റി പറയും. ഇത് പിയർ ഇൻഫ്ലുവൻസിനേക്കാളും ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏത് സൊസൈറ്റിയിൽ നിൽക്കുന്നോ, ഏത് ആളുകളുടെ കൂടെ നമ്മൾ നമ്മുടെ സൗഹൃദം ചിലവഴിക്കുന്നോ അവരുടെയൊക്കെ കുറേ മാനറിസംസ്, കുറേ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ കുറേ തോട്ട്സുകൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മളറിയാതെ കടന്നു വരികയും അത് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യും. അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ബട്ട് ആളുകളുടെ എപ്പോഴും നമ്മൾ ആളുകൾക്ക് എന്താണ് ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നെഗറ്റീവ് ഉണ്ട് അതാണ് നമ്മൾ ആദ്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരികയും അത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
അപ്പോൾ അയൽക്കാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും എപ്പോഴും ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും ആ ബന്ധം തുടരാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.